താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്നൊരു വരി നിങ്ങൾക്കറിയാം. For every bad action there is an equal and opposite bad reaction, and also for every good action there is an equal and opposite good reaction. പിന്നെ വേറൊന്നുകൂടിയുണ്ട്, വിനാശകാലേ വിപരീത ബുദ്ധി എന്നുള്ളൊരു വരിയുണ്ട്. പിന്നെ വേറൊന്നുകൂടിയുണ്ട്, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും എന്ന് പറയാറുണ്ട്. അപ്പോ പിന്നെ വേറൊരെണ്ണമുണ്ട്, വളരെയധികം ബന്ധമില്ല. സമ്പത്ത് കാലത്ത് തൈബത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. പിന്നെ സമ്പത്ത് കാലത്ത് പ്രശ്നങ്ങൾ ഒരു 10 ഉണ്ടാക്കിയാൽ ആപത്ത് കാലത്ത് ഈ പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുമെന്നുള്ളത് കൂടി ഉണ്ട്. കുറെ അധികം കാട്ടിക്കൂട്ടിയതാണ്. അവസാനം ശശികല ടീച്ചർ കോടതിയിലേക്ക് പോവാണ്. സുപ്രീം കോടതി വിധിയുണ്ട്, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു സ്ത്രീയെയും അറസ്റ്റ് ചെയ്യരുത്. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജില്ലാ ജഡ്ജിയുടെ ഓർഡർ ഉണ്ടെങ്കിലേ പാടുള്ളൂ എന്ന സുപ്രീം കോടതി വിധി പച്ചയ്ക്ക് ലംഘിച്ച ശശികല ടീച്ചറെ, കിടന്നുറങ്ങുന്ന ശശികല ടീച്ചറെ, ഒരു ക്രിമിനൽ കേസുകളോ സിവിൽ കേസുകളോ ഇല്ലാത്ത ഒരു അധ്യാപികയെ ശബരിമലയിൽ നിന്ന് ഒത്തിരി പോലീസുകാർ ഒരുമിച്ച് പൊക്കി. ആ പൊക്കിയ പോലീസുകാർക്കെല്ലാം പാരിതോഷികം ഗവൺമെന്റ് കൊടുക്കുകയും ചെയ്തു. അപ്പൊ പൊക്കിയ പോലീസുകാർ ആരാണെന്നുള്ളത് ഗവൺമെന്റ് തന്നെ ലിസ്റ്റില് അവാർഡ് കൊടുത്തിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അവർക്കെതിരെ ചട്ടം ലംഘിച്ചതിനും സുപ്രീം കോടതി വിധി ലംഘിച്ചതിനും ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തതിനും കാരണം കാണിക്കാതെ രാത്രി ഇരുട്ടത്ത് അറസ്റ്റ് ചെയ്തതിനും അതൊരു കൊലയാളിയെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ കൈകാര്യം ചെയ്ത് ജയിലിൽ കൊണ്ടുപോയതിനും എല്ലാം കൂടി ചേർത്ത് ഹൈക്കോടതിയിലേക്ക് കേസ് കൊടുത്തതായിട്ട് ഇന്ന് വാർത്ത കണ്ടു കേട്ടു. നല്ല ഗംഭീരമായിട്ടുള്ള വാർത്ത. ഓരോരുത്തരും ഓരോന്നും ചെയ്തു കൂട്ടുമ്പോൾ അറിയണം, പണ്ട് രാജഭരണകാലത്ത് രാജാവിന് വലിയ മാറ്റമില്ല, മാറിയാൽ തന്നെ രാജാവിൻ്റെ മകൻ യുവരാജാവായി പിന്നീട് രാജാവാകും. അന്ന് 5 വർഷം കൂടുമ്പോൾ ഇലക്ഷൻ ഇല്ല. ഇന്ന് പത്രമാധ്യമങ്ങളുണ്ട്. ഇന്ന് നല്ല അസല് രീതിയിൽ ചോദ്യം ചോദിക്കാൻ ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ജനാധിപത്യത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ശശികല ടീച്ചറിന് നിയമയുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഏത് സുപ്രീം കോടതി വിധി നടപ്പാക്കാനാണോ ഇങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടിയത്, സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിൽ സുപ്രീം കോടതി വിധി പച്ചയ്ക്ക് ലംഘിച്ചത് നിഷേധിക്കാൻ ആർക്കും പറ്റില്ല. കാരണം 100 കണക്കിന് വീഡിയോകൾ ചാനലുകളിലും വന്നിട്ടുണ്ട്, വ്യക്തികളുടെ കയ്യിലുമുണ്ട്, പത്രമാധ്യമങ്ങളുടെ കയ്യിലുമുണ്ട്. ആര് കൊടുത്തില്ലെങ്കിലും ജനം TV കൊടുക്കും, ശബരിമലയിലേക്ക് പോയവർ കൊടുക്കും. അത്ര ഗംഭീരമായിട്ട് ശശികല ടീച്ചറോട് പെരുമാറിയതിൻ്റെ തെളിവുകൾ കോടതിയിൽ കൊടുക്കാൻ സാക്ഷികളും വേണ്ട, മൂകസാക്ഷികളും വേണ്ട, ആരും വേണ്ട, വീഡിയോ പച്ചയ്ക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത് കൂടി നമ്മുടെ മുമ്പിലുള്ള കാലഘട്ടത്തിൽ ഈ ഇത്രയും പ്രവൃത്തി ചെയ്ത് അവാർഡ് വാങ്ങിച്ച പോലീസുകാർ 1000 രൂപയോ ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റോ ഒക്കെ കിട്ടിയപ്പോൾ ഒന്നുകൂടി അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. ശശികല ടീച്ചറിനെ കൈകാര്യം ചെയ്തവരാണ് ഇവർക്കാണ് അവാർഡ് കൊടുത്തത് എന്നുള്ള സ്ഥിതിക്ക്, അവാർഡ് കൊടുത്തത് ശശികല ടീച്ചറിനെ അറസ്റ്റ് ചെയ്തത് കൊണ്ടാണെന്നുള്ള സ്ഥിതിക്ക്, അറസ്റ്റ് ചെയ്തത് ആരാണെന്നൊരു കമ്മീഷനെ വെച്ചിട്ട് ഇനി അന്വേഷിക്കേണ്ട കാര്യമില്ല, ഗവൺമെന്റ് തീരുമാനിച്ചു കൊടുത്തത് തന്നെ അതിൻ്റെ തെളിവാണ്. ഏതായാലും മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ എന്ന ജ്ഞാനപ്പാനയിൽ പൂന്താനം പാടിയ വരികളെ നിങ്ങൾക്ക് പ്രണാമം.